യഥാർത്ഥത്തിൽ ഡിഗ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ല അവസരം നേരത്തെ പറഞ്ഞ പോലെ ലോട്ടറി എന്ന് പറയുന്നത് പോലെ ഇപ്പം മുമ്പ് ശ്രീധരൻ പിള്ളയാണ് സുവർണാവസരം എന്ന് പറഞ്ഞാൽ ആ തരത്തിലുള്ളൊരു സുവർണാവസരം അല്ലെങ്കിലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം മുതലെടുക്കാൻ കഴിയുന്നൊരു വിഷയമാണ് സ്വർണ്ണക്കൊള്ള എന്ന് നമ്മൾ മനസ്സിലാക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം പറയുന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് പിന്നാലെ ഇത് ചേർക്കുന്നുണ്ട്. അത് തന്നെ യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പരാജയമാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഡിഫെൻസിന് ഇപ്പോൾ ഈ ജാമ്യ ഹർജിയിൽ തന്നെ അത് ഈ മറ്റത് മറച്ചു വയ്ക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. യഥാർത്ഥത്തിൽ ഡിഗ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ല അവസരം നേരത്തെ പറഞ്ഞ പോലെ ലോട്ടറി എന്ന് പറയുന്നത് പോലെ ഇപ്പം മുമ്പ് ശ്രീധരൻ പിള്ളയാണ് സുവർണാവസരം എന്ന് പറഞ്ഞാൽ ആ തരത്തിലുള്ളൊരു സുവർണാവസരം അല്ലെങ്കിലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം മുതലെടുക്കാൻ കഴിയുന്നൊരു വിഷയമാണ് സ്വർണ്ണക്കൊള്ള എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തിനെയൊക്കെയാണത് ടച്ച് ചെയ്യുന്നത് എന്ന് ആലോചിക്കണം. ഈ പറഞ്ഞ ശബരിമല എന്നതിനുള്ള വൈകാരികമായ അടുപ്പത്തെ, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സ്വർണം എന്ന് പറയുന്നത്, അപ്പോൾ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നവന്മാർ ഉണ്ടാക്കുന്ന ആ സമ്പത്തിനെ കുറിച്ചുള്ള ഭയങ്കരമായ കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ അതുപോലെ ഏറ്റവും അധികം പ്രത്യേകിച്ച് എൽ ഡി എഫിനെ പോലെ പൊതുവിൽ ഈശ്വര വിശ്വാസികളല്ലാത്ത എൽ ഡി എഫ് അമ്പലത്തിൻ്റെ മുതൽ കട്ടെടുത്തുകൊണ്ട് പോകുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള വേറൊരു സംഗതിയുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം സാധ്യതകൾ, അങ്ങനെയെല്ലാമുള്ള വൈകാരികമായ ടച്ചിങ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ ടച്ച് പോയിൻറ്റ്സ് എന്നുള്ള പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് സാധനങ്ങളുള്ള ഒരു വിഷയത്തിൽ ഇവർക്ക് ഉണർന്നെണീറ്റ് അല്ലെങ്കിൽ അത് പരമാവധി മുതലെടുക്കാനുള്ളൊരു പ്രകടനത്തിലേക്ക് പോകാൻ യു ഡി എഫിന് സാധിച്ചേയില്ല. ഇപ്പോൾ അതിൻ്റെ നേട്ടമുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഠിനമായ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എൽ ഡി എഫിനും കഴിയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഗോവിന്ദമാഷിൻ്റെ പ്രസ് മീറ്റ്, 1-2 പ്രസ് മീറ്റ് ഈ പത്മകുമാറിൻ്റെ മൊഴി പുറത്തു വന്നതിന് ശേഷമുള്ള സന്ദർഭങ്ങളിലുണ്ടായി. അതിൽ എന്താണ് ഈ കടകംപള്ളിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിക്കുന്ന സന്ദർഭം വരുമ്പോഴെന്താണ് അദ്ദേഹം വളരെ ഇവേസീവായിട്ട് അത് പെട്ടെന്ന് അത് അങ്ങനെയൊക്കെ ആയിരിക്കും, അത് വെറുതെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് പോവുകയാണ്. ഇതിന് ഒരു അവസരമായി മാറുകയാണത്. ആർക്കും അത് പക്ഷേ എവിടെയെങ്കിലും അദ്ദേഹം അതിന് മറുപടി പറഞ്ഞില്ല എന്നോ എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല എന്നതിനെ സംബന്ധിച്ച് ഒരു ചോദ്യങ്ങളായിട്ടോ ഒന്നും ഉയരാനുള്ളൊരു സ്പേസ് തൊട്ട് മീഡിയയിൽ കിട്ടുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ എളുപ്പത്തിൽ ഡീൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമായി മാറിക്കഴിഞ്ഞു. സത്യത്തിൽ ആലോചിച്ച് നോക്കൂ, കടകംപള്ളിയിലേക്ക് ഇപ്പോൾ ഓൾറെഡി ജില്ലാ കമ്മിറ്റിയിലുള്ള പത്മകുമാറാണ് ജയിലിൽ കിടക്കുന്നത് എന്നത് നമ്മൾ കാണണം. കൂടാതെ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയും കൂടിയായ ഒരാളിലേക്ക് കൂടി ഈ കേസ് എത്തിക്കഴിഞ്ഞാൽ എൽ ഡി എഫ് ഒരു വിഷയത്തിൽ എടുക്കുന്ന സമീപനത്തെ പാടെ തന്നെ അല്ലെങ്കിൽ ഇതുവരെയുള്ള അവരുടെ ഒരു ഫേസിനെ തന്നെ ഭയങ്കരമായിട്ട് ബാധിക്കാവുന്ന ഒരു സാധനമായി അത് മാറേണ്ടതാണ്. അങ്ങനെ മാറുന്നേ ഇല്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്.